പ്രധാനപ്പെട്ട വിഷയം ആദ്യമേ ആളുകൾ പണമുണ്ടാക്കുന്നതിനോ വലിയ വീട് വെക്കുന്നതിനോ ഒന്നും തെറ്റില്ല. അദ്ദേഹം ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ്സ് കിട്ടും, നല്ല കാര്യം. പക്ഷേ താൻ താമസിക്കുന്നൊരു വീട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അഫിഡവിറ്റിൽ തൻ്റെ റെസിഡൻസ് ആണെന്ന് പറഞ്ഞ ബാംഗ്ലൂർ കോറമംഗല 3rd ബ്ലോക്കിലെ 408 നമ്പർ പ്രോപ്പർട്ടി, ഏകദേശം 1 ഏക്കറുള്ള 200 കോടി രൂപ മാർക്കറ്റ് വാല്യുവേഷനുള്ള പ്രോപ്പർട്ടി, കഴിഞ്ഞ പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ കൊടുത്ത പ്രോപ്പർട്ടി ഇത്തവണ കാണിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല 4 ദിവസങ്ങൾക്ക് മുമ്പ് ആ പ്രോപ്പർട്ടിക്ക് ടാക്സ് അടച്ചിട്ടേ ഉള്ളൂ. അപ്പം അദ്ദേഹം വിൽഫുള്ളായിട്ട് സപ്രഷൻ ഓഫ് ഫാക്ട്സ് ഉണ്ട്, മനഃപൂർവ്വം തൻ്റെ 200 കോടി രൂപ മാർക്കറ്റ് വാല്യുവേഷനുള്ള പ്രോപ്പർട്ടി കാണാതിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ രേഖാമൂലം റെക്കോർഡ്സുകൾ സഹിതം UDF കാണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിൽ നിന്നുള്ള അഭിഭാഷകർ പറഞ്ഞത് അതൊരു ചെറിയ തെറ്റാണെന്നുള്ളതാണ്. അതൊരു വിൽഫുൾ സപ്രഷൻ അല്ല, അതറിയാതുള്ളൊരു ഇഗ്നറൻസ് ആണ്. നിങ്ങൾ വേണമെങ്കിൽ ഇലക്ഷൻ കേസുമായി കോടതിയിൽ പോകാമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് BJPയുടെയും വക്കീലന്മാർ പറയുന്നത് ഈ വീടുകൾ അദ്ദേഹത്തിന് തന്നെയാണ്, പക്ഷെ അതൊരു ഇഗ്നറൻസ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി നേരിടൂ, ഇവിടെ സ്ക്രൂട്ടനിക്ക് നേരിടില്ലെന്നുള്ള വാദമാണ് BJP ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരുടെയും വാദം ബഹുമാനപ്പെട്ട ഭരണാധികാരി കേട്ടു. അദ്ദേഹം 1 മണിക്കൊരു തീരുമാനമെടുക്കും. പക്ഷെ ഒറ്റ ചോദ്യമേ ഞാൻ പറയുന്നുള്ളൂ, നാളെ ഏതൊരു വ്യക്തിയും കോടീശ്വരനാകട്ടെ ഒരാളാകട്ടെ തൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, ഞാൻ ബാങ്ക് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു രേഖ കൊടുത്ത് മത്സരിക്കുകയാണെങ്കിൽ, അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആസ്തി കൂടിയതിൽ കുറച്ച് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. നാളെ ആർക്കും എന്തും ചെയ്യാനുള്ള അവസ്ഥ വരത്തില്ല. ഇതിനെതിരെയാണ് UDF സംസാരിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു തുണ്ട് പേപ്പറിലെങ്കിലും പരാതി കൊടുക്കാൻ LDF തയ്യാറായില്ല. ഇത് പുറത്തു കൊണ്ടുവന്ന് ഇതിനുവേണ്ടി വാദിച്ച് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ UDFിലെ ആളുകളാണ്. LDFിൻ്റെ നിയമത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, സൂക്ഷ്മപരിശോധനയ്ക്ക് വന്ന ആളുകളോ സ്ഥാനാർത്ഥിയൊന്നും BJPക്കെതിരെ പറയുന്നേയില്ല. ഇത്രയും പബ്ലിക് ഡൊമൈനുള്ള വിഷയം എടുക്കാൻ എന്താണ് ഭയപ്പാട് CPMന്, എന്താണ് ഭയപ്പാട് LDFന്? കൃത്യമായിട്ടുള്ള CJP ഡീല് നിയമത്ത് ഇറക്കുകയാണ്. UDF സധൈര്യം BJPക്കെതിരെ ശക്തമായത്, സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ, ഇത് ഞാൻ പ്രചരണത്തിന് പോകേണ്ട ആളാണ്, 10,000 ആളുകളെ കാണാൻ പോകേണ്ട ഒരു ആവശ്യമാണ്. പക്ഷെ അതിനേക്കാളും വലുതാണ്, ഇതൊരു ധർമ്മത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പോരാടുമ്പോൾ, UDF പോരാടുമ്പോൾ നിശബ്ദമായി BJPക്ക് ഇവിടെ ഇരുന്ന് കുടപിടിക്കുന്നത് LDFകാരാണ്. ഇതിനെതിരെ എന്തായാലും ഈ കൂറുമുന്നണിക്കെതിരെയുള്ള തീരുമാനം വരും. ശക്തമായിട്ട് തന്നെ ഈ കേസുമായി നമ്മൾ മുന്നോട്ട് പോകും. എന്തായാലും ബഹുമാനപ്പെട്ട ഭരണാധികാരി ഉത്തരം പറയട്ടെ, അതിനുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.